LNP Renewable System എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പൈത്തൺ ബേസിക്സ് പാർട്ട് 10 കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പാർട്ട് 1 to 9 മിസ് ചെയ്തെന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ പൈത്തൺ ബേസിക്സ് പാർട്ട് 1 to 10 മലയാളം എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് ഈ മിസ് ചെയ്ത പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അടുത്ത ഇൻഡസ്ട്രി 4.0 ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജ് പൈത്തൺ ആണ്. ഓക്കെ, സോ ഇതിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പൈത്തണിൽ നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ, എങ്ങനെ ഒരു സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം യൂസിങ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് പൈത്തണിൽ എന്ന് പറഞ്ഞ് വിത്ത് പ്രോഗ്രാമാണ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. സെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് യൂണിക് ഡേറ്റ. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റുഡൻസ് IDs ഉണ്ടാക്കണമെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സെറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാൻ പാടത്തില്ല. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് യൂണിക് ഡേറ്റാസിനെ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നോർമലി കേർലി ബ്രേസസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യും. സോ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്. അത് ഇൻറ്റീജേഴ്സ് ഉണ്ടാവും, ഫ്ലോട്ട് ഉണ്ടാവും, ടൂപ്പിൾ ഉണ്ടാവും, സ്ട്രിങ് ഓപ്പറേഷൻസ് ഇതെല്ലാമേ ഉണ്ടാവും. ഓക്കെ, ഏതൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളതെല്ലാം സെറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് കാരണം സെറ്റിനെ വന്നിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ എക്സ്പെഷ്യലി ഡിക്ഷണറീസിൽ യൂസ് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സെറ്റിനെ നമ്മൾ ഇൻറ്റീജർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് മറ്റൊരു സെറ്റിനെ സ്ട്രിങ് ടൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് മിക്സ്ഡ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ പൈത്തൺ കൺസോളിൽ ഇട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. സോ നോക്കുമ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഇവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ വവൽസിൽ കൊടുത്തിരിക്കുന്ന ഈ സ്ട്രിങ് ടൈപ്സ്, ഓക്കെ, സിൻസ് നമ്മൾ വന്നിട്ട് ഒരു ഓപ്പൺ ആയിട്ട് ആ വാല്യൂവിനെ കോൾ ചെയ്യുന്ന കാരണം അത് ഷഫിളായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ യൂസിങ് സോർട്ടിങ് ഓപ്പറേഷൻ നമ്മൾ ഇതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ടും ചെയ്യാൻ പറ്റും. നന്ദി, മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണെ പ്രസ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ പഠിക്കണം, ഞങ്ങളുടെ കൂടെ പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ PLC പ്രോഗ്രാമിംഗ് പഠിപ്പിച്ച് തരാൻ പറ്റും. സോ നിങ്ങൾ റിയൽ ഇൻട്രസ്റ്റഡ് ആണ്, ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കോഴ്സ് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി Siemens, Allen Bradley, Delta PLCs അലോങ് വിത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ ഈ കോഴ്സസിനെ ഓൺലൈനിലും അറ്റൻഡ് ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് നേരിട്ട് വന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിലും നിങ്ങൾക്ക് ത്രൂ റിമോട്ട് നിങ്ങൾ ആക്സസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും. ഇത് മാത്രമല്ലാതെ GCC കൺട്രീസായ ഖത്തർ, ഒമാൻ, സൗദി പോലെ രാജ്യങ്ങൾ നിങ്ങൾ ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റം, ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിൽ പണിയെടുക്കണം, എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബേസിക്കിനെ കുറിച്ച് അറിയുന്ന പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അത് റിലേറ്റഡ് ആയി ട്രെയിനിങ് വിത്ത് സർട്ടിഫിക്കേഷൻ ISO 9000 2015 സർട്ടിഫിക്കേഷൻ ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും. ഇത് മാത്രമല്ല EB പവർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് സോളാർ വെച്ചിട്ട് DC ലൈറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ലാതെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, ഓക്കെ, നിങ്ങളുടെ അഗ്രികൾച്ചർ ഫാംസിലിരിക്കുന്ന ക്രോപ്സിനെ വൈൽഡ് എലിമെന്റ്സിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ഫോർ ഇലക്ട്രിക്കൽ ഫെൻസിങ് നിങ്ങൾ സോളാർ ഫെൻസിങ് ചെയ്യാൻ പറ്റും. ആ സോളാർ ഫെൻസിങ്ങിന് ആവശ്യമുള്ളതിന് കിറ്റായിട്ട് ഞങ്ങൾ തരാറുണ്ട്. ഇത് മാത്രമല്ല സോളാർ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ പമ്പ് സർവീസിന് ആവശ്യമില്ല ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ്, കൺസൾട്ടൻസി, ട്രെയിനിങ് സപ്പോർട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റും. നന്ദി.